സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന SNDP യോഗം പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെ ചരിത്രം സൃഷ്ടിക്കുന്ന ആള് എന്ന് വിശേഷിപ്പിച്ച് പുകഴ്ത്തിയ മന്ത്രി VN വാസവനെതിരെ CPM-ലും ഇടതുപക്ഷത്തിലും പ്രതിഷേധം ശക്തമായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വാസവനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നൊക്കെ വരെ പുറത്താക്കണമെന്നുള്ളത് വരെ CPM അനുഭാവികളുടെ ഒരു പൊതുവികാരമായി ഇപ്പോൾ നിലവിൽ മാറിയിരിക്കുകയാണ്. പ്രവർത്തകരും കട്ടക്കലിപ്പിൽ തന്നെയാണ് ഉള്ളത്. നേതാക്കളും വാസവൻ SNDP യോഗത്തിന്റെ പരിപാടിക്ക് പോയത് അബദ്ധമായി പോയി എന്നുള്ള നിലപാടിൽ തന്നെയാണുള്ളത്. മുസ്ലിം സമുദായത്തിൽ നിർണായക സ്വാധീനമുള്ള സമസ്ത AP വിഭാഗം സ്ഥാപക നേതാവും പ്രമുഖ മതപണ്ഡിതനുമായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വെള്ളാപ്പള്ളി അപമാനിച്ച് സംസാരിച്ചതിന് ശേഷമാണ് മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ വാസവൻ വെള്ളാപ്പള്ളിയെ പ്രശംസിച്ച് രംഗത്ത് വന്നത് എന്നുള്ളതാണ് CPM-നെ ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ ആക്കിയിരിക്കുന്നത്. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നാണ് വാസവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുത്തഴിഞ്ഞ പുസ്തകമായിരുന്നു SNDP യോഗത്തെ വെള്ളാപ്പള്ളി കുത്തിക്കെട്ടി നല്ല പുസ്തകമാക്കിയെന്നും വാസവൻ അവകാശപ്പെടുകയുണ്ടായി. 30 വർഷം പൂർത്തിയാക്കിയ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എറണാകുളം പള്ളുരുത്തിയിൽ ഒരുക്കിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മന്ത്രി അതിരുവിട്ട പ്രശംസ ചൊരിഞ്ഞത് തന്നെ. SNDP യോഗത്തെ ഒരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ചത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും വാസവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയ നിലപാടുകൾ പറയുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നും വാസവൻ പ്രശംസിക്കുകയുണ്ടായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ വാസവൻ ഇങ്ങനെ വെള്ളാപ്പള്ളിക്ക് മേൽ പ്രശംസ ചൊരിയുമ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് CPM-ന്റെ മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വരാജ് വെള്ളാപ്പള്ളിക്കെതിരെ തുറന്നിപ്പോൾ അടിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരുവും SNDP യോഗവും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകളെന്നാണ് സ്വരാജ് പറയുന്നത്. ഇത്തരം പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണ് എന്നും മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ മതാധിപത്യമാണ് എന്നും സർക്കാർ എന്ത് നിയമം കൊണ്ടുവന്നാലും മലപ്പുറത്ത് നിന്ന് അനുവാദം വാങ്ങിയില്ല എങ്കിൽ കുഴപ്പമാകും എന്നുമായിരുന്നു വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ കടുത്ത വിവാദ പരാമർശങ്ങളും വെള്ളാപ്പള്ളി നടത്തിയിട്ടുണ്ടായിരുന്നു. കാന്തപുരം പറയുന്നത് നോക്കി ഭരിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നത്. കോട്ടയത്തിന്റെ ആധിപത്യം ചില പ്രത്യേക ശക്തികളുടെ കയ്യിലാണ് എന്നും മറ്റിടങ്ങളിൽ നിയമസഭാ മണ്ഡലം കുറഞ്ഞപ്പോൾ മലപ്പുറത്ത് മുസ്ലിം വിഭാഗം ജനസംഖ്യ വർദ്ധിപ്പിച്ച് സീറ്റ് കൂട്ടിയെന്നും വെള്ളാപ്പള്ളി പറയുകയുണ്ടായിരുന്നു. SNDP യോഗം കോട്ടയം ശാഖ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു വെള്ളാപ്പള്ളി ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പ്രസ്താവനയും വെള്ളാപ്പള്ളി പ്രസംഗത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് പ്രയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മത തീവ്രവാദ സംഘടനയായ NDF-നെതിരെ VS മുൻപ് പറഞ്ഞ വാക്കുകൾ മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ആരോപണമാക്കിയാണ് വെള്ളാപ്പള്ളി വക്രീകരിച്ചിരുന്നത്. കാന്തപുരം എന്തു കുന്തമെടുത്തെറിഞ്ഞാലും തനിക്ക് പറയാനുള്ളത് താൻ പറയുമെന്ന് പറഞ്ഞ് ഞായറാഴ്ചയും വെള്ളാപ്പള്ളി പ്രകോപനം തുടരുകയായിരുന്നു. ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയാണ് ഭാവനാസമ്പന്നനും ദീർഘവീക്ഷണവുമുള്ള ആളും ചരിത്രം സൃഷ്ടിച്ച വ്യക്തി എന്നുമൊക്കെ ഇങ്ങനെ പറയുന്നത് CPM മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത്. അത് വല്ലാത്തൊരു ക്ഷീണം തന്നെയാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അദാനിയെ പാണർ എന്ന് മുൻപ് വിശേഷിപ്പിച്ച് മന്ത്രി വാസവന്റെ ഈ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തെ ഇടതുപക്ഷത്ത് കൂടുതൽ ഒറ്റപ്പെടുത്തുവാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. അതേസമയം വെള്ളാപ്പള്ളിയുടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളും വെട്ടിൽ തന്നെയാണ്. K ബാബുവും ഹൈബി ഈഡനും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി സ്വന്തം പാർട്ടിയിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്.